മനുഷ്യനെ ഓരോ കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേനും കണ്ട നീ അതെന്ത് ചെയ്യും? എടുത്തോക്കടി മീൻ വറുക്കാൻ വേണ്ടിട്ട് പെരട്ടി വെച്ച് കണ്ടോ അത് മുഴുവൻ സർവ്വത കണ്ണിന് മുളക് തേക്കോട്ടെ തക്കളി. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നു. എന്റെ ദൈവമേ, അനേകം പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇരട്ടി പണി ചെയ്തു വെച്ചേക്കണേ. എനിക്കൊന്ന് പുറത്തോട്ട് പോകണം. പുറത്ത് നോക്കോ, ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടോ? കൂടുതൽ എന്റെ എവിടെ കണ്ണട എന്ത് ചെയ്ത്? കണ്ണട കാണാനില്ലെങ്കിൽ ഒരു ദിവസം കണ്ണട ഇല്ലാതെ ഇപ്പൊ പുറത്ത് പോയാൽ മതി. അപ്പൊ കണ്ണിന് അസുഖമൊന്നും ഉണ്ടായിട്ടല്ലോ. അതെ, ഇത് കാഴ്ചക്ക് വേണ്ടി വെക്കണ സാധനം അല്ല. ഒരു പൊതുപ്രവർത്തകനെ പുറത്തോട്ട് ഇറങ്ങാൻ വെച്ചിട്ട് ഗമയ്ക്ക് വേണ്ടിട്ട് വെക്കണ സാധനമാണ്. അത് എനിക്ക് വേണം, അതില്ലാതെ ഇറങ്ങാൻ പറ്റില്ല. എനിക്കിപ്പം പണി എവിടെന്ന് പെണ്ണ് മുളക് പൊടിയൊക്കെ തട്ടി മറിച്ചിട്ട് കൈ തത്തി ചെന്ന് നോക്ക. ആ ഡാഡിയുടെ കണ്ണെടുത്ത് കൊടുക്ക് പോ. ഒരു സാധനം ഈ വീട്ടിൽ വെച്ചാ കാണത്തില്ലേ? എന്തും ഞാൻ എവിടെ എവിടെയല്ലേ ഞാൻ വെക്കണത്? ആരെടുത്ത് അവിടെ വെച്ചത്? കൊള്ളം പറയിട്ട് തപ്പിളി. ഞാനത് പാർട്ടി ഓഫീസറെ പോവാട്ടാ. എങ്ങോട്ടെങ്കിലും പോ. തക്കളിയേ, തക്കളി മോളെ, ഡീ നിന്നെ വിളിക്കണ വല്ലതും കേക്കണ്ടോ? അങ്ങോട്ട് ഇതങ്ങനെ രണ്ടും കൂടി ചെവിയിലെടുത്ത് വെച്ചാ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫോൺ എടുക്കേണ്ട കാര്യമില്ലാന്ന്. പാട്ട് കേക്കണ്ട നീ. എത്ര നേരം അവിടെ നിന്ന് വിളിക്കണേ? ചെല്ല അപ്പുറത്ത് വെച്ചിട്ട് ഇത് മേടിച്ചിട്ടുണ്ടോ? പാട്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. എടുത്തുണ്ടോ? ഇച്ചിരി പൊടി മേടിച്ചിട്ടുണ്ടോ? ചോറിനറമ്മ കൈ കഴുകി വന്നിരിക്കൂലേ അപ്പനും മോളും? എന്റെ അമ്മ ഞാൻ പറഞ്ഞു മടുത്തു. ഞാൻ എന്ത് ചെയ്യാനാ? എത്ര പ്രാവശ്യം പറയണെന്ന് അറിയോ? അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കാം. എന്ത് ചെയ്യാനാ? ശരി ഞാൻ പിന്നെ വിളിക്കാട്ടോ. അതെ, ദുബായിലുള്ള എന്റെ ഫ്രണ്ട്സാ. ദിവസം 10-12 തവണ എന്നെ വിളിക്കും. പിന്നെ അടുത്തടുത്ത ഫ്ലാറ്റുകളായതുകൊണ്ടേ ഞങ്ങൾ 3 ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു ഫ്ലാറ്റില് മറിയം ജോർജ് ഉണ്ടായിരുന്നു, പാലക്കാരി. പിന്നെ പാലക്കാട്ടുകാരി ഗീത മുകുന്ദൻ. പിന്നെ ഒരു മലപ്പുറംകാരി ഹസീന ഹസൻ. ഞങ്ങൾ 3 പേരും കൂടി കഴിഞ്ഞാൽ ഭയങ്കര രസം. എന്ത് രസമെന്നറിയോ? ഞാൻ ഇങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ വന്നു. ഉണ്ടോ? ഉലുവാപ്പൊടിയോ? അത് ഞാൻ മീൻ വെച്ച് കഴിഞ്ഞപ്പം ഇടാൻ നോക്കിയപ്പോ ഉലുവാപ്പൊടി തീർന്നിരിക്കണു. ഉണ്ടെങ്കിൽ ഇച്ചിരി തന്നാ ഉപകാരമായിരുന്നു. ആക്ച്വലി ഞാൻ ഉലുവാപ്പൊടി ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ നോക്കട്ടെ ഏട്ടാ. എന്നാ ഇരിക്കേ, നല്ല വെയിറ്റ്. മറ്റേ ടെസ്റ്റ് മറിച്ച ടെസ്റ്റ് തലയുടെ മറ്റേ ഈ എന്താണ് CT സ്കാൻ അല്ലേ, അതൊക്കെ അടക്കടിക്കേണ്ടി വന്നു. 17,500 രൂപ കണ്ടാണ്. അവസാനം അവന്റെ കയ്യിലുള്ള എന്താണ് വെറും 5,000 രൂപ. ബാക്കി പൈസ എടുത്തിട്ട് വാ, ഞാൻ ആ ഫാസിലിരുന്ന് കടം വാങ്ങിച്ചിട്ടാ തന്നത്. ഇത് 1-2 പ്രാവശ്യം ഇത് എത്ര പ്രാവശ്യമാണെന്ന് നിങ്ങളിത് ഓരോ കുലുമാലുകൾ ഒപ്പിച്ചിടും. അതിൽ എടുത്തു തരാൻ എന്റെ കയ്യിൽ എവിടെ പൈസ? ഇത് എന്റെ മുമ്പിൽ വന്നിട്ട് ഈ കരഞ്ഞു കാണിക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് നിനക്ക് അവനോട് അത് പറയാലോ. അപ്പൊ നാട്ടിൽ ഭയങ്കര പ്രസിദ്ധനായിട്ടുള്ള ആളല്ലേ. ശരിയാവുന്ന അവ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. ഈ വെറുതെ പുറമെയുള്ള ഈ ബഹളം ചാടി കാട്ടി നടക്കില്ലേ. പൈസ വേണമെങ്കിൽ വെച്ചോ. പിന്നെ വേണമെങ്കിൽ വെച്ചോ. എനിക്ക് വേണ്ടെന്ന് നീ വിളിച്ചോ. നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ തങ്കം തരും. ഇതാവല്ലോ ആ പൊടി മുഴുവൻ വേണ്ട, എനിക്കൊരു ഇത്തിരി എടുത്ത് കൊണ്ടുപോയിക്കോ. ഏയ് വേണ്ട. ഇത് മീൻകറിയിൽ ഇടും അല്ലേ? മീൻകറിയിൽ ഇടും. അത് മതി. ഞാൻ ആദ്യമായിട്ടാട്ടെ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഉലുവപ്പൊടിയിൽ ഇങ്ങനെ മീനിലിടണം നല്ലതാ. അതല്ല, ഞങ്ങൾ ഈ ദുബായിലൊക്കെ
ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം തീർന്നു കഴിഞ്ഞാൽ വാങ്ങൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഐറ്റം തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ വീടൊക്കെ പൂട്ടി പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക, അങ്ങനെ ചെയ്യാറ്. മലയാളികളുടെ ഒരു ഇതൊക്കെ ആയിരിക്കുമല്ലേ ഇത്, ഹാബിറ്റ് ആയിരിക്കും. അയ്യോ ചേച്ചി ഇത് വാങ്ങിയോണ്ട് പറഞ്ഞല്ല കേട്ടോ, ഞാൻ വെറുതെ ജസ്റ്റ് വിശേഷങ്ങൾ പറഞ്ഞതാ. കൊണ്ടേക്കാം. ശരി മീൻ കറി ട്രൈ. അങ്കം, ഇന്നലെ നമ്മുടെ കോമളന് പാർട്ടി ഓഫീസിൽ കപ്പയും മീൻകറിയും കൊണ്ടുവന്നു. ഓ എന്താ ടേസ്റ്റ്! അവന്റെ കെട്ടികളും മറ്റേ കോട്ടയം സ്റ്റൈലില്ല, നല്ല പുളിയൊക്കെ ഇട്ടിട്ട്. അല്ലെങ്കിൽ നമ്മള് വെക്കണമെന്ന് നിങ്ങക്ക് പിടിക്കൂലല്ലോ. ഇത് കൊള്ളില്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? നല്ലാന്ന് പറഞ്ഞില്ലല്ലോ. ഇത് മോശമാണെന്ന് ഞാൻ പറഞ്ഞോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നും വെക്കണ പോലെ അല്ല, ഇതിന് എന്തോ ഒരു പ്രത്യേക ഒരു എന്തോ ഇതുണ്ട്. എന്നും വെക്കണ പോലെ തന്നെ വെച്ചത്. അങ്ങനെയൊന്നുമല്ല, ഇന്നെന്തോ ചിലപ്പോൾ നല്ല മീനായോണ്ടായിരിക്കാം. നല്ല മീനായതുകൊണ്ടല്ല, എന്റെ കൈപുണ്യത്തിന്റെ. നീ രണ്ടാമത് ചോറിട്ട് വെച്ചിട്ട് കൂടിപ്പോയിടാ. ഇന്ന് വേറൊരു സംഗതി ഉണ്ടായി. ഇന്ന് ഉലുവാപ്പൊടി ഇടാൻ നോക്കിയപ്പോഴത്തേനും ഉലുവാപ്പൊടി ഇല്ല. ഉലുവാപ്പൊടി മണം ഉണ്ടല്ലോ. ഉണ്ട്, അപ്പുറത്ത് പോയി അമ്മ അപ്പുറത്ത് പോയി വാങ്ങിച്ചോണ്ട് വന്നു ജാഗിയുടെ അടുത്തുനിന്ന്. പക്ഷെ ചോദിച്ചപ്പോ തന്നിട്ടോ. എന്നെ കൊറേ അടി അടിച്ചു പോവാത്തേന് അടിച്ചില്ലേ? ഞാൻ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ. തങ്ങ എന്തേ? എന്തിനാ അവിടെ പോയി ചോദിച്ചത്? ഉലുവാപ്പൊടി ഇല്ലാത്ത മീൻ കറി വെക്കാൻ പറ്റില്ലേ? കളിക്കുന്ന ഞാൻ പറഞ്ഞിട്ട് അവരുമായിട്ടുള്ള സൗഹൃദം അത്ര നല്ലതല്ല, നമുക്കത് വേണ്ട. ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ ഒന്ന് എന്നെ വിളിച്ച് പറയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉലുവാപ്പൊടി ഇല്ലാതെ ഇതങ്ങോട്ട് വെച്ചാൽ എന്താണ്? ഓ ഉലുവാപ്പൊടി തീർന്നു പറഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങോട്ട് ഉലുവാപ്പൊടി. എന്തായിക്കോട്ടെ പോട്ടെ, എനിക്ക് അവരുമായിട്ടുള്ള സഹകരണം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇതൊക്കെ നാട്ടു നടപ്പ് തന്നെ. നമ്മുടെ വീട്ടിലൊരു സാധനം തീർന്നാൽ തൊട്ട് അപ്പുറത്ത് ഇച്ചിരി മേടിക്കും, അതിനെന്താ കുഴപ്പം? ഈ നാട്ടു നടപ്പ് ഓക്കെ, പക്ഷെ ഇവരുമായിട്ട് ഈ കൊച്ചട അവനെ എനിക്ക് അതെ എനിക്ക് വേണ്ട. ഈ തിന്ന ചോറും വേണ്ട, എനിക്ക് വേണ്ട. അതറിഞ്ഞേ ഞാൻ കഴിക്കില്ലായിരുന്നു. ആവശ്യമില്ലാത്ത വാശി ക്ലീറ്റോ, ആവശ്യമില്ലാത്ത വാശി അടിയത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല അവരുമായിട്ട് സഹകരിക്കണം. പിന്നെ എന്തിനാണ് നീ അവിടെ പോയി സാധനം മേടിച്ചത്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതല്ലേ നിങ്ങളുടെ കുഴപ്പം. വയറ്റിലാത്തോട്ട് പോയത് നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഛർദ്ദിച്ച് കളഞ്ഞോളാം. ഓ ദൈവത്തിനെ മറന്ന് ഇങ്ങനെ ഓരോന്ന് കാണിക്കണത് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയായിട്ടോ. ഭർത്താവിനെ മറന്നു ഒന്നും ചെയ്യരുത്. ഭർത്താവിന് അത് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി വീണ്ടും തല വെക്കരുത്. ഞാൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞു? ഇച്ചിരി ഉലുവാപ്പൊടി മേടിച്ചതല്ലേ ഉള്ളൂ. എനിക്ക് അലവലാതിയായിട്ട് സഹകരിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. അത് തന്നെ, വേറെ ഒന്നുമില്ല പറയാൻ. നമുക്ക് വേറെ എങ്ങും കിട്ടിയില്ല. അത് എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു പറയാൻ, പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടായ. നിനക്കും വേണ്ടായിരിക്കും. ഇനിയും വേണ്ട. നല്ല ഭക്ഷണത്തിനോട് നിന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലോ കൊല്ലും ഞാൻ. പിന്നെ എല്ലാവരും കൂടെ നല്ലോണം സന്തോഷത്തിരുന്ന് അതിന്റെ ഡാഡിയും കൂടി വിചാരിക്കണം. മുഴുവൻ കഴിക്കാതെ അവിടെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ശരിയാക്കി തരാടി ഞാൻ. പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞ നിന്റെ ഡാഡിക്ക് ഇങ്ങനെ ഭ്രാന്തളകുന്നുള്ളത്. അത് നമ്മളെ മമ്മൂസിന്റെ കടയിൽ. പിന്നെ ഉലുവ ഇട്ടാല് ഇത് കൊള്ളാവും. ഇതിലെ ടേസ്റ്റ് ഒരു മണവും. ഉലുവയുടെ കാര്യം പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വന്നെ. അപ്പുറത്തെ വീട്ടിലെ തങ്കം ചേച്ചില്ലേ, ഇങ്ങോട്ട് ഉലുവപ്പൊടി ചോദിച്ചു കൊണ്ട് വന്നിരിക്കുന്നു. ഉലുവപ്പൊടി ചോദിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് ഒരു നാണല്ലാണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ല. എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരു വീട്ടിലൊരു സാധനം തീർന്ന് അപ്പുറത്തെ വീട്ടിൽ പോയി വാങ്ങിക്കുക, നിരങ്ങി നിൽക്കുക. പറയണത് എന്തോ നാണക്കേട്. സാധാരണ നമ്മളെ വീട്ടിലെല്ലാം നടക്കുന്ന സംഭവമല്ലേ. ഇപ്പം നമ്മളെ വീട്ടിൽ ഒരു കറി വയ്ക്കുമ്പോൾ ഒരു സാധനമില്ല. അപ്പം നീ എക്സാമ്പിൾ സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അത് 2 വെണ്ടയ്ക്ക ഇടണം, വെണ്ടയ്ക്ക ഇല്ല. അപ്പം നീ എന്താ ചെയ്യുക? പെട്ടെന്ന് കടയിൽ പോകില്ലല്ലോ. നീ അപ്പുറത്ത് പോയി അപ്പുറത്തെ വീട്ടിൽ വലിയ അടുത്ത വീട്ടിൽ നിന്നല്ലേ വാങ്ങിക്കാൻ നോക്കുള്ളൂ. അതിൻ്റെ നാണക്കേട്. പിന്നെ എനിക്ക് ഇങ്ങനെയൊന്നും ശീലമില്ല. ഈ നാട്ടുമ്പുറത്ത് എല്ലാവരും ശീലിക്കുന്നത് ഇങ്ങനെയാണ്. നാട്ടുമ്പുറം മാത്രമല്ല, ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് ഈ കൊടുക്കൽ വാങ്ങലിലൂടെയാണ്. അതറിയാമോ നിനക്ക്? നിനക്ക് ഈ അലക്സാണ്ടർ ഫ്ലെമിനെ അറിയാമോ? ആരാ? വിമാനം കണ്ടുപിടിച്ചാ? വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരാണ്. എനിക്കറിയായിരുന്നു. ഇദ്ദേഹം ലണ്ടൻകാരനാണ്, ഒരു വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹമാണ് 1928 ആന്റിബയോട്ടിക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. എൻ്റെ അമ്പിൾ ചേട്ടാ, ഈ ആന്റിബയോട്ടിക് ഉലുവയും തമ്മിൽ എന്താ ബന്ധം? ആന്റിബയോട്ടിക്കും ഉലുവയും തമ്മിൽ ബന്ധമില്ല. അദ്ദേഹം ഈ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ച സമയത്ത് ഞാനും എൻ്റെ വീട്ടുകാർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് മെഡിക്കൽ സയൻസ് എവിടെ പോയി നിൽക്കുമായിരുന്നു? ഇത്രയും വളർച്ച ഉണ്ടാവുമോ? അങ്ങനെ. അതുകൊണ്ട് എൻ്റെ പൊന്നു രാഗി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കൊടുക്കൽ വാങ്ങലിലൊക്കെ വലിപ്പ ചെറുപ്പമില്ല കേട്ടാ. അത് നീ ഇന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. അല്ലാന്നുണ്ടെങ്കിൽ കാലം നിന്നെ നാളെ പഠിപ്പിക്കും. നിന്നെ എന്നല്ല, നമ്മളെ എല്ലാവരെയും. എന്നെ അമ്പിൾ ചേട്ടാ, നിങ്ങൾ ഏതാന്ന് പറച്ചിലൊക്കെ ഒന്ന് നിർത്തോ? മനുഷ്യന് സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് കുറച്ചുകൂടി ചോറ് വേണോ? ചോറൊന്നും വേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം നിനക്ക് വേദാന്തം. നിനക്കതൊന്നും മനസ്സിലാവില്ല. എന്നാണ് നിനക്കിതൊക്കെ മനസ്സിലാകുന്നത്?
എൻ്റെ അമ്പൽച്ചേട്ടൻ്റെ ഉപദേശം കൊണ്ട് ഞാൻ മതിയായി. നീ കറി ഇഷ്ടമായില്ലേ? എല്ലാ കറിയും കൊള്ളാം. എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തൊന്ന് പോകണം. ഞാൻ മുട്ട പപ്പാസ് ഉണ്ടാക്കി തരാം കേട്ടോ. കഴിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നത്. ഇപ്പം എന്തുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. കഴിച്ചോ. എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. കറി ഇഷ്ടമായില്ലേ? Versus Alien.